ആദി നീ വരുന്നില്ലേ? ഞങ്ങൾ പോവാൻ ട്ടോ. അമ്മ വഴക്ക് പറയും. ഹലോ, എന്താണ് വിളിച്ചോണ്ടിരിക്കല? വരൂലേ? എന്തൊരു അങ്കരാന്ന് മകേശ പൊട്ടിക്കിടാ ഒന്ന് ഫോൺ ഓഫാക്കിയ ആര് പിന്നെ അത് ഓൻ്റെ ഓള് വീട്ടിലൊന്നുണ്ട് ഇപ്പൊ. അത് ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങുമ്പോ വിളിയോട് വിളി. ഏടുന്ന് കിട്ടിയ പിന്നത്തെ ഈ കൂതറ സാധനമെല്ലാം അതൊന്ന് ചാടിപ്പോന്ന് വിചാരിച്ചു. എന്താ നിന്റെ കയ്യില്? ഹലോ, എന്താണ്? ഞാൻ വിളിക്കാന്ന്. ഞാൻ ഒരു മീറ്റിംഗ് ആണില്ലേ, ഇപ്പൊ വിളിക്കാം കേട്ടാ. എന്തോരു അങ്കരപ്പയത് ഇവനീ വെളിയനെ. നിങ്ങളാണോ ഈ കുപ്പി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്? എന്താണോ നിങ്ങൾക്ക് നാക്കില്ലേ? അല്ല ഗോപിയേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഈ ആഭാസം കണ്ടില്ലെന്ന് അടിക്കുന്നത്? സ്കൂൾ കുട്ടികൾ പോകുന്ന വൈകാരികത്താണോ മദ്യം കഴിക്കാതിരിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മുമ്പേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവന്മാരുടെയൊക്കെ ഒരു നേതാവുണ്ട്, ഒരു ജോസ്. അവൻ്റെ ആണ് ഈ കാണുന്ന പറമ്പൊക്കെ. ആദ്യം പറയേണ്ടത് അവനോടാണ്. മെമ്പർ തന്നെ പോയിട്ട് അവനോട് പറ. വിളിക്കടാ നിങ്ങളെ നേതാവിനെ. ആര്? ജോസോ? ഏത് ജോസ്? എല്ലാം വാരിയെടുത്ത് കളഞ്ഞോളൂ. അണ്ണാ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥലം തന്നെ അതന്നെ അവിടെ തന്നെ. അവിടെ തന്നെ. ഒന്ന് ഇങ്ങോട്ട് വരണം. ആർക്കടാ ചേനെ കണ്ടേ? എന്താ പറ, എന്താ കാര്യം? വേറെ എവിടെയും കണ്ടില്ല മദ്യമിക്കാൻ. കുട്ടികൾ പോകുന്ന വഴിയേ കണ്ടുള്ളൂ. ഇത് വലിയ പുതുമയൊന്നുമില്ലല്ലോ. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. റോഡരികിൽ പ്ലാസ്റ്റിക് കവറുകളിലാക്കി വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ കാണുന്നില്ലേ? മെമ്പർ ആദ്യം ഇവിടെ ചോർന്നു നിൽക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകൾ പുതുക്കി പണിയാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് മതി നാട് എന്നാക്കല്. നിങ്ങൾ ആ ചേരിക്കാർക്ക് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്നിട്ട് എന്തായി? ഇതുവരെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിച്ചോ? വിളിച്ചു പോടാ. പോ പോ പോ. ഇവനോടൊക്കെ ആര് പറയണം?
ഹലോ, ഞാൻ മെമ്പറാണേ. നാളെ നടക്കുന്ന അനുമോദന ചടങ്ങുണ്ടല്ലോ, അതിന് 4 മൊമെന്റോ വേണേ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബിന്റെ ജനറൽ ബോഡിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായ കുട്ടികളെ അനുമോദിക്കുന്നു. ചടങ്ങിൽ ഗായകൻ ശ്രീ രതീഷ് കണ്ടെടുക്കം മുഖ്യാതിഥിയായി എത്തുന്നു. എന്റെ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു. അടുത്തതായി കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. ശ്രീ രതീഷ് കണ്ടെടുക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള സമ്മാനദാനം അദ്ദേഹം നൽകുന്നതാണ്. ശ്രീ രതീഷ് കണ്ടെടുക്കത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മുടെ നാടിന്റെ അഭിമാനമായ പിഞ്ചുകുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഗായകൻ ശ്രീ രതീഷ് കണ്ടെടുക്കത്തെ ക്ഷണിച്ചോളുന്നു. ആതിഥേയ പ്രദീപ്. അൻവിക. ദക്ഷ. ദൃശ്യ. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാം വളരെ നിർണായകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. വൈറസ് ഉൾപ്പെടെ പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മാലിന്യങ്ങളും ശുചിത്വമില്ലായ്മയുമാണ് പല അസുഖങ്ങളും വന്നിട്ടുള്ളത്. നിപ്പ വൈറസ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അങ്ങനെ പലതും. സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയിൽ മദ്യക്കുപ്പികൾ ഇടുക, അതുപോലെ കുട്ടികൾ കാണുന്ന രീതിയിൽ മദ്യപിക്കുക, ഇതൊന്നും നല്ലതല്ല. പ്ലാസ്റ്റിക് കൂടുകൾ മറ്റും വലിച്ചെറിയരുത്. അതിൽ മഴ പെയ്ത് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ ഇടയാകുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മാലിന്യമില്ലാത്ത നല്ല നാളേക്കായി കൈകോർക്കുക. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന